നമസ്കാരം. ബാർ കോഴ വിവാദം സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ബാർ ഉടമകൾ വിശദീകരിച്ചത് അനിമോൻ പറഞ്ഞ ആ 2.5 ലക്ഷത്തിൻ്റെ കണക്ക് ആണ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കണക്ക് എന്നാണ് അനിമോൻ പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞത് കള്ളക്കഥയാണെന്നാണ് തെളിവുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം. കെട്ടിട നിർമ്മാണത്തിനായി ബാർ ഉടമകൾ പണം പിരിച്ചു എന്നത് ശരിയാണ്. അത് 1 ലക്ഷം രൂപ വീതമായിരുന്നു. 472 പേരിൽ നിന്നായി 4.5 കോടി രൂപയാണ് പിരിച്ചത്. ഈ പണപ്പിരിവ് നേരത്തെ തന്നെ നടക്കുകയും ചെയ്തിരുന്നു. പണം നൽകിയവരുടെ വിശദാംശങ്ങൾ ഏപ്രിൽ 1 വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടു. അപൂർവം ചില ബാറുടമകൾ 50,000 രൂപ വെച്ചും പിരിവ് നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം 1 കോടിയിലധികം രൂപയാണ് പിരിച്ചെടുത്തത്. ഇതിനുശേഷമാണ് മദ്യനയം തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നത്. അതിനുവേണ്ടിയാണ് അനിമോൻ പറഞ്ഞ ശബ്ദരേഖയിലെ 2.5 ലക്ഷം എന്നത് വ്യക്തമാകുന്നു. അതേസമയം ബാർക്കോഴ വിവാദത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ മൊഴിയെടുപ്പ് തുടരുന്നു. ബാർക്കോഴ ഉയർത്തിയ ഓഡിയോ സന്ദേശമിട്ട അനിമോനിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തിരുന്നു. ഓഡിയോ സന്ദേശമിട്ട ഗ്രൂപ്പിലെ മറ്റ് ബാർ ഉടമകളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അതിനുശേഷം ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തും. വിവാദമായ ശബ്ദരേഖ ബാർ ഉടമ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന അനിമോൻ നിഷേധിച്ചിട്ടില്ല. വിഷയം രാഷ്ട്രീയ ആരോപണമായി സർക്കാരിനെതിരെ തിരിയുമ്പോഴും കോഴ വിവാദത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ് സർക്കാർ. പണപ്പിരിവിലും മദ്യനയത്തിലെ ഇളവിലും നിരവധി വിവരങ്ങൾ പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മൗനം തുടരുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലെ വിശദീകരണങ്ങൾ മാത്രമാണ് പുറത്തുവരുന്നത്. മദ്യനയം മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതിനാൽ പ്രതികരണത്തിൻ്റെ കാര്യമില്ല എന്നാണ് സർക്കാർ വാദം. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിന് പ്രത്യുപകാരം ചെയ്യണമെന്ന ബാറുടമയുടെ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. സർക്കാർ തലത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ചർച്ച ചെയ്യാത്ത മദ്യനയത്തിന്റെ പേരിൽ പണം പിരിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്നുമാണ് എം പി രാജേഷ് വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചു എന്ന വിവരം പുറത്തുവന്നു. ഈ മാസം 21 യോഗം ചേർന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തായത്. സംഭവം വിവാദമായതോടെ മന്ത്രി അറിഞ്ഞല്ല യോഗമെന്ന് ടൂറിസം ഡയറക്ടർ വാർത്താക്കുറിപ്പ് ഇറക്കി വിശദീകരിച്ചു. ടൂറിസം ഡയറക്ടർ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് ടൂറിസം മന്ത്രിയും വിശദീകരിച്ചു. അതിന് പിന്നാലെയാണ് സംസ്ഥാന ഭരണത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ്റെ പത്രക്കുറിപ്പ് പുറത്തുവരുന്നത്. സർക്കാർ നയങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ കാലങ്ങളിലും ഉദ്യോഗസ്ഥർ ചർച്ച നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി ഡ്രൈ ഡേ ഒഴിവാക്കുന്നതടക്കമുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചീഫ് സെക്രട്ടറിയും വ്യക്തമാക്കി. മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ചീഫ് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. എന്നാൽ വലിയ വിവാദമുണ്ടായിട്ടും വിശദീകരണങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങുകയാണ്. ടൂറിസം ഡയറക്ടർ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന് പ്രതിപക്ഷം തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല. എക്സൈസ് മന്ത്രിയാണെങ്കിൽ വിദേശയാത്രയിലും. സർക്കാർ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടക്കാത്തതിനാൽ കാര്യമായ പ്രതികരണങ്ങളിലേക്ക് മന്ത്രിമാർ കടക്കേണ്ടതില്ല എന്നാണ് ഇടതുമുന്നണി നേതൃത്വം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാറുടമകൾ കോഴ നൽകണമെന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് അനിമോൻ്റെ പേരിൽ നേരത്തെ പുറത്തുവന്നത്. 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് പണപ്പിരിവ് എന്നുമായിരുന്നു ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം. എന്നാൽ സംഭവം വിവാദമായതോടെ പണം പിരിക്കാൻ ആവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണെന്ന വാദവുമായിട്ടാണ് അനിമോൻ രംഗത്ത് വന്നത്. തൻ്റെ സന്ദേശം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഇയാൾ ഖേദപ്രകടനവും നടത്തി. യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. യോഗത്തിൻ്റെ വിവരങ്ങളും മിനിറ്റ്സും യോഗം നടന്ന ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും. ഇതിനിടെ സംഭവത്തിൽ ആദായനികുതി വകുപ്പും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പണപ്പിരിവിനെക്കുറിച്ചാണ് പരിശോധന. ആരോപണത്തിൽ കഴിഞ്ഞ ദിവസം അനിമോൻ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. പണം പിരിക്കാൻ ആവശ്യപ്പെട്ടത് കെട്ടിടം വാങ്ങാനെന്ന പുതിയ വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. സംഘടനയിലെ അംഗങ്ങളോട് എന്ന ആമുഖത്തിൽ തുടങ്ങുന്ന ദീർഘമായ വാട്സപ്പ് സന്ദേശത്തിലാണ് അനിമോൻ ഇക്കാര്യം പറയുന്നത്.